ഇന്നൊരു ഹെൽത്തി റെസിപ്പി ആയാലോ. കുക്കറിലേക്ക് 5 മീഡിയം സൈസ് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2-3 വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അതവിടെ വേവിച്ചിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഈ ടൈമിൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 10-15ഓളം ബദാം എടുത്തിട്ടുണ്ട്. ഞാനിത് 4 പേർക്കാണ് റെഡിയാക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്ര എടുത്തിട്ടുള്ളത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നട്ട്സുകളാണ് കേട്ടോ ബദാം, വാൾനട്ടൊക്കെ. അപ്പോൾ ഇടയ്ക്കൊക്കെ മക്കൾക്കിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. വിസിലൊക്കെ പോയി ചൂടാറിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബദാമിൻ്റെയും വാൾനട്ടിൻ്റെയും ആ ഒരു പൊടിയിലേക്ക് ഇതും ഇട്ട് കൊടുത്തിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പഞ്ചസാരയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഒരു ഹെൽത്തി റെസിപ്പി അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ലൂസാക്കിയ ശേഷം പിന്നെ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.